Hi dears, how are you? I hope all of you fine. So dears, let's move on the extended activities answers in previous class. Question: what are the memories of the narrator about the paddy cultivating season? Answer: he remembers his father in the field below his house. He is wearing a handloom dhoti stained with yellow mud. He is excited about the wash of the Varangal canal. He also remembers his little brother carrying on the tender saplings to be planted where the ploughing is done. On the dig basketful seeds are kept. There is a noise of shouting as the oxen draw the plough in the field. So dears, listen carefully. Continuation of our poem Rise. This is our third stanza. The oxen will stop when they see me walking with my suitcase, and my father, without smiling, the smile slowly forming on his lips, will call from the field. And when did you start from there? അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് ഓക്സൺ കാളകളെല്ലാം അവിടെ നമ്മുടെ വരുന്ന റൈറ്ററിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റർ നോക്കുകയാണ്. വാക്കിംഗ് വിത്ത് മൈ സ്യൂട്ട് കേസ്, ഞാൻ സ്യൂട്ട് കേസോട് വരുമ്പോൾ ആൻഡ് മൈ ഫാദർ, എൻ്റെ ഫാദർ നോക്കുകയാണ് എന്നെ. വിത്തൗട്ട് സ്മൈലിംഗ് ദ സ്മൈൽ സ്ലോലി ഫോമിങ് ഓൺ ഹിസ് ലിപ്സ്, ചെറിയൊരു പുഞ്ചിരിയോട് കൂടി, ചുണ്ടിൽ നല്ലൊരു ചെറിയൊരു പുഞ്ചിരിയോടുകൂടി എന്നെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, എലി കോൾ മി ടു ഫീൽഡ് ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ടൈം, എപ്പോഴെന്ന് വന്നു, എപ്പോഴെന്ന് ഇറങ്ങി എന്ന് ചോദിക്കുകയാണ്. മൈ ലിറ്റിൽ ബ്രദർ ക്യാരിങ് ദ ടെൻഡർ സാപ്ലിങ്സ് to be planted in the field where the ploughing is done, will run when he sees me and call out loud within earshot of the house, mother, brothers arrived. സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത് ലിറ്റിൽ ബ്രദർ, ചെറിയ ബ്രദർ, സഹോദരൻ പറയുകയാണ്. ചെറിയ സഹോദരൻ ചെടികൾ നടാൻ വേണ്ടി എടുത്തിട്ട് വരികയാണ്. അപ്പോൾ പറയുകയാണ്, നമ്മുടെ ചേട്ടൻ, ചെറിയ ബ്രദറിൻ്റെ ചേട്ടൻ വരുന്നത് കണ്ടിട്ട് പറയാണ്, ഉറക്കെ വിളിച്ച് പറയുകയാണ്, മദർ, ദ ബ്രദേഴ്സ് ഇസ് അറൈവ്ഡ്, സഹോദരൻ വന്നു, ഏട്ടൻ വന്നു എന്ന് ഉറക്കെ വിളിച്ചിട്ട് പറയുകയാണ്. ഫൈനൽ സ്റ്റാൻസ. വാക്കിംഗ് കോഷ്യൻലി along the tick so as not to upset the basket full of seed, I'll reach home in good time at last, just as my mother drains the well-cooked rice. Oh train, will you run a little faster? Let me get home quickly and eat my fill. ഈ സ്റ്റാൻസിൽ പറയുന്നത് പതുക്കെ ആ വരമ്പിലൂടെ നടന്നു വരികയാണ്. ഇറ്റ്സ് നോട്ട് അപ്സെറ്റ് ബാസ്കറ്റ് ഫുൾ ഓഫ് സീഡ്, അവിടെ ബാസ്കറ്റിൽ കുറച്ച് ചെറിയ ചെറിയ ചെടികൾ, സീഡ്സ് മുളപ്പിച്ച ചെടികളുണ്ട്, അതിനൊന്നും അപ്സെറ്റ് ചെയ്യാതെ പതുക്കെ നടന്നു വരികയാണ്. വീട്ടിലെത്തിയിട്ട് എന്താണ്, ലാസ്റ്റ് വീട്ടിൽ വന്നപ്പോൾ അമ്മ വേവിച്ച് വെച്ച നല്ല ആവി പറക്കുന്ന ചോറുണ്ട്. അപ്പോൾ ആ ചോറാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ പറയണം, ഓ ട്രെയിൻ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, ഒന്ന് ദയവ് ചെയ്ത് ഈ ട്രെയിൻ ഒന്ന് കുറച്ച് ഫാസ്റ്റായി പോവോ. ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ, എനിക്ക് വേഗം വീട്ടിൽ പോയിട്ട് വേണം എന്ത് കഴിക്കാൻ, അമ്മ ഉണ്ടാക്കിയ ആ ചോറ് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞ ഈ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഈ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത് എന്താണ്, ഇമാജിനേഷനാണ്. വീട്ടിൽ പോകണം, വീട്ടിൽ പോയിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അച്ഛനെ കണ്ടു, പാടത്തേക്ക് നോക്കി, അച്ഛനെ കണ്ടു, കാളകൾ പാടം ഒഴുകുന്നുണ്ട്. പിന്നെ അതുപോലെ ബ്രദറിനെ കണ്ടു, ബ്രദർ അമ്മയോട് വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വീട്ടിൽ പോയിട്ട് വേണം അമ്മയുടെ ആവി പറക്കുന്ന ചോറ് കഴിക്കണം എന്നുള്ള ഇമാജിനേഷനാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. സോ ഡിയേഴ്സ്, ഇഫ് യു ഹാവ് എ ഡൗട്ട് ലെറ്റ് മീ നോ പ്ലീസ്. Okay dears, I hope all of you clear. Now let me on the word study of this section. The first word actually is adverb. It means to carefully. The second word is noun. It means to long thick wall built to stop water flooding onto a low area land or an embankment. So dears, let's move on to the global questioning section. The narrator wants to try to move a little faster. What does it tell us about his feelings for his native village? Answer section. It tells that he loves his village dearly.
He has been missing it for long. He wants to reach it as quickly as possible. He sees his nostalgic feelings here. So dears, let's move on to the extended activity. What changes in the native village does the narrator notices on his return? So dears, if you have any doubt, let me know please. Okay dears, I hope all of you clear today's question. Thank you.